എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 ഞാൻ ഈ മേക്ക് ടൈപ്പ് ചെയ്ത വേൾഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 10 മാസമായി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ 2020 ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2020 ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2019 ഞാൻ ചെയ്യാറുള്ള ട്രാവൽ, ടെക്ക്, ഫുഡ് വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ 2020 ഞാൻ എൻ്റെ ഫുഡ് വ്ളോഗിങ് അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ 2020 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങളുടെ ഹെൽത്തിന് നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഫിറ്റ്നസ് കാര്യങ്ങൾ, ജിമ്മും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചെയ്യുന്നവർ എന്തായാലും കണ്ടിന്യൂ ചെയ്യുക. ചെയ്യാത്തവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ ഈ പുതിയ വ്ളോഗിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു സാധാരണയുള്ള നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തെ ഉള്ള ഫുഡ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ് ദോശയാണ്. അതായത് നിറവരുടെ ഒരു എഗ് ദോശയാണ് ഞാൻ ഈ വ്ളോഗിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ, എന്നെ അറിയാത്തവർ, എൻ്റെ പേര് വൈഭവ് എന്നാണ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടി എന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് വൈഭവ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് അഞ്ജന. ഞാൻ തായ്ലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. മാക്സിമം ഞാൻ വ്ളോഗ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് തലശ്ശേരിയിലാണ് എൻ്റെ നാട്ടിൽ തലശ്ശേരി വ്ളോഗ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ തായ്ലൻഡിലെ വ്ളോഗും ചെയ്യാറുണ്ട്. ട്രാവൽ ആൻഡ് ടെക് ഫുഡാണ് വീഡിയോസാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള ഒരു ഫുഡ്, എൻ്റെ സ്റ്റൈലിലൊരു ഫുഡ് വ്ളോഗിങ്ങാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഗ് ദോശ, സാധാരണ നിറവരുടെ എഗ് ദോശയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നിറവരുടെ എഗ് ദോശ എന്ന് പറയുന്നത് ഈ പാക്കറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഗ്ലാസ് നിറവറേൻ്റെ പൊടിയിൽ 2 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്തിട്ട് 10 മുതൽ 12 മണിക്കൂർ 12 hours നിങ്ങൾ മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഏകദേശം ഈ ഒരു ഇതിലേക്ക് മാറും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ദോശയായിട്ട് അത് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതിന് ഞാനൊരു എഗ് ദോശ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഈ നിറപറയേണ്ട ദോശ മിക്സ് മേടിച്ചിട്ട് നിങ്ങൾ കലക്കിയിട്ട് 12 hours വെച്ചതിന് ശേഷം രാവിലെ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് ഇങ്ങനെ വെക്കേണ്ടതാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെച്ച സംഭവം ഒരു മിക്സ്ചർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു മുളക് വേണം. പിന്നെ ചെറിയുള്ളി, കുറേ ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളികൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക. ഉള്ളി, പിന്നെ വെളുത്തുള്ളി വേണം. പിന്നെ കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് എഗ്ഗാണ്. മുട്ട, അതായത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മുട്ട മേടിക്കുക. പിന്നെ ഇഞ്ചി, അതായത് ഇഞ്ചി വേണം. ഇഞ്ചി അതിന് ഏറ്റവും വലുതാണ്. പിന്നെ കുരുമുളക് ഇപ്പോൾ ഇത് പൊടിച്ച കുരുമുളക്. പിന്നെ വേണ്ടത് മുളകാണ്. മുളക് പൊടി, വീട്ടിൽ നിന്ന് പൊടിച്ച മുളക് പൊടിയാണിത്. മുളക് പൊടി വേണം. പിന്നെ ടർമറിക്, അതായത് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഉപ്പ്, ഇന്നേ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവർ മാക്സിമം എൻ്റെ ചാനൽ കാണുക. ഇതിന് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഇത് കറിയോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ മുട്ടേൻ്റെ മിക്സും